അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാരപ്പൻ ട്രേഡ് ആണ്. അപ്പോൾ ട്രേഡിംഗ് നെറ്റ്വർക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഹാരപ്പയിൽ അവിടെ ബോത്ത് ഇൻലാൻഡ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള വ്യാപാരവും വിദേശ വ്യാപാരവും ഹാരപ്പയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഹാരപ്പൻസിൻ്റെ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു അർബൻ ഇക്കോണമിയുടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷതയായിരുന്നു രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് നെറ്റ്വർക്ക്സ്, ഇന്റേണൽ ട്രേഡിങ്ങും എക്സ്റ്റേണൽ ട്രേഡിംഗ് നെറ്റ്വർക്ക്സും ഈ ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു അവിടുത്തെ അർബൻ പോപ്പുലേഷൻ പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് സറൗണ്ടിങ് കൺട്രീസിൽ നിന്നും ആണ്. അവിടുന്ന് പ്രധാനമായിട്ടും ഫുഡിനും മറ്റ് അവരുടെ നെസസറി ഒബ്ജക്ട്സ് ആണ്, പ്രോഡക്ട്സ് ആണെങ്കിലും അതൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത്. സോ അവിടെ ഒരു വില്ലേജ് ടൺ, ഒരു റൂറൽ അർബൻ ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അർബൻ പോപ്പുലേഷൻ പ്രധാനമായിട്ടും അവശ്യ സാധനങ്ങൾക്ക് ഈ റൂറൽ ഏരിയയിലുള്ള ആളുകളെ ആശ്രയിക്കുന്നു. അപ്പോൾ അത് ത്രൂ അവിടെ കൃത്യമായിട്ട് ഒരു റൂറൽ അർബൻ ഇന്റർ റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അർബൻ ക്രാഫ്റ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇത്തരത്തിൽ മാർക്കറ്റുകൾ ആവശ്യമായിരുന്നു, അവരുടെ വസ്തുക്കളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇറ്റ് ലെഡ് ടു ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ടൗൺസ്. ഓക്കെ, അപ്പോൾ ടൗണുകളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അത് നയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വ്യാപാരികൾ അവർ ഒരുപാട് ഫോറിൻ ലാൻഡ്സുമായിട്ട് വ്യാപാര ബന്ധങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഹാരപ്പൻസിൻ്റെ വിദേശ വ്യാപാരം അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുമായിട്ട് ഒരു വിദേശ വ്യാപാരത്തിൽ ഹാരപ്പൻസ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ നിന്ന് വരുന്ന വസ്തുക്കൾക്ക് വലിയ തരത്തിലൊരു ഡിമാൻഡ് മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് മെറ്റൽസ് ആണെങ്കിലും പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും അത് അത്തരത്തിലുള്ള അതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പല ഇടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് മാത്രമല്ല, പല ഇടങ്ങളിൽ നിന്നും പല വിദൂരങ്ങളിൽ നിന്ന് വരെ അത്തരത്തിലുള്ള വസ്തുക്കൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റിയിലൂടെയാണ് പലപ്പോഴും റോ മെറ്റീരിയൽസ് ഒക്കെ പലപ്പോഴും എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റീജിയനിൽ ഉള്ള സെയിം സാധനമായിരിക്കില്ല മറ്റൊരു പ്രദേശത്ത് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വളരെ കൃത്യമായിട്ടൊരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റി നടക്കുകയും അത് ത്രൂ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ എന്ന് പറയുന്നത് കോപ്പർ ഡെപ്പോസിറ്റ് വളരെയധികമുള്ള ഒരു region ആണ്. അതുകൊണ്ട് തന്നെ it is important to note that various kinds of metals and precious stones were needed by craftsmen to make goods, but as these were not available locally they had to brought from outside. Okay, so അപ്പം അതാണ് ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് അവർക്ക് ഒരുപാട് മെറ്റൽസുകളുടെ ആവശ്യമുണ്ടാകും. അത് നിർമ്മിക്കാൻ അവർക്ക് അതിൻ്റെ നിർമ്മാണത്തിന് അത്തരം മെറ്റലുകൾ ആവശ്യമാണ്. എന്നാൽ അത് അവർ താമസിക്കുന്ന അവരുടെ ലൊക്കാലിറ്റിയിൽ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേ കാര്യം ഹാരപ്പൻസും വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇടങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റി ഇത്തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടത് ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റി ഇത്തരത്തിൽ നടന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം രാജസ്ഥാനിൽ കോപ്പറിൻ്റെ വലിയ രീതിയിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും കോപ്പർ മൈൻ K3 മൈൻസിൽ നിന്ന് കോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർണാടകയിലാണെങ്കിൽ ഗോൾഡ് ലഭിക്കും. അപ്പോൾ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ നിന്നും കർണാടകയിൽ അവിടെ നിന്നും അതോടൊപ്പം തന്നെ ഹിമാലയൻ റിവർ ബെഡ്സിൽ നിന്നും ഒക്കെ തന്നെ ഈ ഗോൾഡിൻ്റെ ഒരു സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരായിരുന്നു പ്രധാനമായിട്ടും. സോ സിൽവർ എന്ന് പറയുന്നത് പ്രധാനമായും ജോർജ് മൈൻസ്, രാജസ്ഥാനിലെ ജോർജ് മൈൻസിൽ നിന്നും സിൽവർ സപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ കൃത്യമായിട്ട് ഈവൻ അത്തരം വസ്തുക്കളൊക്കെ മറ്റ് പല ഇടങ്ങളിലേക്കും പോകുന്നു. ഈവൻ മെസപ്പൊട്ടോമിയ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് വരുന്ന വസ്തുക്കൾക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു ഡിമാൻഡും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കണം. കേവലം ഇവിടെ മാത്രം ഒരു ഇന്റേണൽ ആയിട്ടുള്ള ട്രേഡ് അല്ല, ഇതേ വസ്തുക്കളൊക്കെ എക്സ്റ്റേണൽ ആയിട്ടും ഇവിടെ ട്രേഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. വ്യാപാര ബന്ധങ്ങളിലൂടെ അത്തരം സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് വ്യാപാരത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുകളിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മൾ പറഞ്ഞു ബീഡ് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു നേരത്തെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ സോഴ്സുകൾ, ലാപ്പിസ് ലസൂലി പോലുള്ളതൊക്കെ പ്രധാനമായിട്ടും
നോർത്ത് ഈസ്റ്റ് അഫ്ഗാനിസ്ഥാനിലെ ബഡാഖഷൻ മൈൻസ് എന്നാണ് പ്രധാനമായും ലാപ്പിസ് ലസൂലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ടാക്കോയ്സ് ആൻഡ് ജെയ്ഡ് മൈറ്റ് അത് പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കൊണ്ടുവന്നു. വെസ്റ്റേൺ ഇന്ത്യയെ പ്രധാനമായിട്ട് സപ്ലൈ ചെയ്തത് എഗേറ്റ്, അതോടൊപ്പം അങ്ങനെ പല വസ്തുക്കൾ കർണീലിയൻ ഇതെല്ലാം സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സീഷെൽസ് ആണെങ്കിൽ പ്രധാനമായിട്ടും ഗുജറാത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഗുജറാത്തിൻ്റെ അയൽ പ്രദേശങ്ങളിലുള്ള തീരപ്രദേശങ്ങളിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ സീഷെൽസുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മറ്റ് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടിമ്പർ വളരെ ക്വാളിറ്റിയുള്ള തടികൾ അത് അത്തരത്തിലുള്ള ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ പ്രധാനമായിട്ടും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർത്ത് ഈസ്റ്റ് റീജിയൻസ്, നോർത്തേൺ റീജിയൻ എന്നാണെന്ന് പ്രധാനമായും ജമ്മു പോലെയുള്ള നോർത്ത് ഈസ്റ്റ് അല്ല നോർത്തേൺ റീജിയൻസ് അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹാരപ്പൻസ് മെസപ്പൊട്ടോമിയയുമായിട്ടും ഒക്കെ ഒരു എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു പ്രധാനമായിട്ടും ആ മെസപ്പൊട്ടോമിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒമാൻ, ബഹ്റൈൻ ആൻഡ് പേർഷ്യൻ ഗൾഫിലൂടെയായിരുന്നു. ഞാൻ പറഞ്ഞു ഹാരപ്പൻസിന് മെസപ്പൊട്ടോമിയയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും അവർ അത്തരത്തിൽ ഒരു മെസപ്പൊട്ടോമിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഹാരപ്പൻസ്. അത് പ്രധാനമായിട്ടും ഒമാൻ, ബഹ്റിൻ ആൻഡ് പേർഷ്യൻ ഗൾഫ് ഇതിലൂടെയായിരുന്നു അവർ മെസപ്പൊട്ടോമിയയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഹാരപ്പനിലുള്ള പല ആർട്ടിഫാക്ട്സും ആർട്ടിഫാക്ട്സ് ഇത്തരത്തിലുള്ള മെസപ്പൊട്ടോമിയൻ റീജിയനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ബീഡ്സ്, സീല്, ഹാരപ്പൻ സീലുകൾ ഇതൊക്കെ വലിയ തോതിൽ തന്നെ മെസപ്പൊട്ടോമിയയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ റീജിയനിലുള്ള അതായത് മെസപ്പൊട്ടോമിയൻ റീജിയനിലുള്ള വസ്തുക്കൾ റെയർ ആയിട്ടാണ് ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വെസ്റ്റ് ഏഷ്യൻ ഒറിജിനുള്ള ഒരു പേർഷ്യൻ ഒറിജിനുള്ള ഒരു സീല് ലോത്തലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ബന്ധമുണ്ടായിരുന്നു, ഒരു വിദേശ വ്യാപാര ബന്ധം ഹാരപ്പൻസും മെസപ്പൊട്ടോമിയൻസും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സിറ്റി ആയിട്ടുള്ള സുസ, ഓഴ് ഇതെല്ലാം അവിടെയൊക്കെ ഒരുപാട് ഹാരപ്പൻ സീലുകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഹാരപ്പൻ സീലിന് പുറമേ തന്നെ മറ്റു പലതരത്തിലുള്ള ഹാരപ്പയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പോട്ടറീസ്, കർണീലിയൻ ബീഡ്സ് അത്തരത്തിലുള്ള ഹാരപ്പൻ സവിശേഷതകളിലുള്ള വസ്തുക്കളൊക്കെ ഈ മെസപ്പൊട്ടോമിയൻ സിറ്റികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസപ്പൊട്ടോമിയയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹാരപ്പയുമായിട്ട് മെസപ്പൊട്ടോമിയയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പം ഈ ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും റെഫർ ചെയ്യപ്പെടുന്നത് ഈ ദിൽമനായിട്ടും മകനായിട്ടും മെലൂഹയുമായിട്ടും ഒക്കെ തന്നെ ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്കോളേഴ്സ് ഈ മെലൂഹ എന്നുള്ള സ്ഥലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഹാരപ്പൻ റീജിയനുമായിട്ടാണ്. മകാൻ എന്ന് പറയുന്നത് മക്രാൻ കോസ്റ്റ്, ദിൽമൻ എന്ന് പറയുന്നത് ബഹ്റൈൻ. അപ്പം പ്രധാനമായിട്ടും മെസപ്പൊട്ടോമിയയിൽ നിന്നും ലഭിച്ച ഇൻസ്ക്രിപ്ഷൻസ് നിന്നാണ് അത്തരത്തിൽ ഒരു വിദേശ വ്യാപാര ബന്ധം മെസപ്പൊട്ടോമിയൻസിന് ഹാരപ്പയുമായിട്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അതിൽ മെലൂഹ എന്ന് അവർ പ്രതിപാദിച്ചത് ഹാരപ്പയാണെന്നാണ് സ്കോളേഴ്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ മെസപ്പൊട്ടോമിയ കോപ്പറും കാർണീലിയനും ഐവറിയും ഷെൽ, ലാപ്പിസ് ലസൂലി, പേൾ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മെലൂഹയിൽ നിന്നും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ നാടുകളിലേക്ക് എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ മെസപ്പൊട്ടോമിയയിൽ നിന്നും ഹാരപ്പൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അവർ പ്രധാനമായിട്ടും പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗാർമെൻറ്റ്സ്, വൂൾ, പെർഫ്യൂംസ്, ലെതർ പ്രൊഡക്ട്സ്, സിൽവർ ഇതൊക്കെ അവർ മെസപ്പൊട്ടോമിയയിൽ നിന്നും ഹരപ്പയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായി അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സ്പോർട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നു. അപ്പം വളരെ കൃത്യമായിട്ട് ഇപ്പം സിൽവർ ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും പെരിഷബിളാണ്, പെട്ടെന്ന് നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന വസ്തുക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ദിസ് മേ ബി വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ വൈ വി ഡു നോട്ട് ഫൈൻഡ് ദി റിമെയിൻസ് ഓഫ് ദീസ് ഗുഡ്സ് അറ്റ് ഹാരപ്പൻ സൈറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾക്ക് മെസപ്പൊട്ടോമിയയിൽ നിന്നും കൊണ്ടുവന്ന പല ഐറ്റംസും പെട്ടെന്ന് അത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അത്തരത്തിലുള്ള തെളിവുകൾ അവിടെ നിന്നും കൊണ്ടുവന്ന വളരെ അത്തരത്തിൽ പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒന്നും ഒരു എവിഡൻസ് നമ്മൾക്ക് ലഭിക്കാതെ പോയത് അതുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മെസപ്പൊട്ടോമിയയിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് തെളിവില്ലാത്തത്. എന്നാൽ അവർ കൊണ്ടുപോകുന്ന വസ്തുക്കളൊക്കെ പെട്ടെന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാത്ത പെട്ടെന്ന് നശിച്ചു പോകുന്നതായതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള എവിഡൻസ് ലഭിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ട്രേഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ അതിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. താങ്ക് യു.